ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു വിങ്സ് അക്കാഡമി. നമ്മുടെ 9ാം ക്ലാസ്സിൽ രണ്ടാമത്തെ ചാപ്റ്ററായ ന്യൂ നമ്പേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ എന്ന് പഠിക്കാൻ പോണേ. ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്, എന്നാലും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും എന്ത് ചെയ്യണം, ഇത് ഈസി ആയിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ പഠിച്ചു പോകണം കേട്ടോ. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ജസ്റ്റ് ഒന്ന് പഠിക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, എന്താണ് √2ൻ്റെ വാല്യൂ നിങ്ങൾ ചോദിക്കാം. എന്തിനാണ് √2ൻ്റെ വാല്യൂ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് എഴുതും മക്കളെ? ഒന്ന് ആലോചിച്ച് നോക്കിയടാ. √2ൻ്റെ വാല്യൂ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് എഴുതും? എന്താ അറിയോ? √3ൻ്റെ വാല്യൂ അറിയോ? ഇല്ല അല്ലേ? എന്താണ് ഇപ്പം തന്നെ പഠിച്ചു വന്നാ? എന്താണ് √2ൻ്റെ വാല്യൂ ആണ് 1.414. അതേപോലെ തന്നെ √3ൻ്റെ വാല്യൂ ആണ് 1.732. കേട്ടോ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്, ഇതെന്തായാലും പഠിച്ചിരിക്കണം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഒരു റൈറ്റ് ട്രയാങ്കിൾ എന്ന് വിചാരിക്കാം. ഒരു റൈറ്റ് ട്രയാങ്കിൾ ഇതൊരു 90 ഡിഗ്രി ആയിരിക്കുമല്ലോ അല്ലേ? എന്തായിരിക്കും? ഒരു 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ എന്ത് കണ്ടുപിടിക്കാൻ ഞാൻ ചോദിക്കട്ടെ. പൈതഗോറസ് തിയറം വെച്ച് റൈറ്റ് ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സ് കണ്ടുപിടിക്കാൻ അറിയോ? അല്ലെങ്കിൽ 3 സൈഡ് ഏതൊക്കെയാണെന്ന് അറിയൂല്ലെങ്കിൽ മക്കളെ ഇപ്പം തന്നെ പഠിച്ചോ. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എപ്പോഴും ഹൈപ്പോട്ന്യൂസ് ആയിരിക്കും. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എപ്പോഴും എന്തായിരിക്കും? ഹൈപ്പോട്ന്യൂസ് ആയിരിക്കും. അതേപോലെ തന്നെ താഴെയുള്ള ഭാഗം അല്ലേ, ഈ ഭാഗം എന്താണെന്ന് അറിയോ? എന്തായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ താഴെ എന്താണ്? ബേസ് അല്ലേ? ഇതെന്തായിരിക്കും? ബേസ് ആയിരിക്കും. ബാക്കി ഒരു സൈഡ് ഓൾട്ടിറ്റ്യൂഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇപ്പം തന്നെ പഠിച്ച് എന്താണ്? എന്തേ? ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ 3 സൈഡ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? 1 ഹൈപ്പോട്ടിന്യൂസ്, 2 ബേസ്, 3 ഓൾട്ടിറ്റ്യൂഡ്. കേട്ടോ. ഈ 3 സൈഡ് പഠിച്ചിരിക്കണം. അതേപോലെ തന്നെ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എന്താ വരാ? ഹൈപ്പോട്ന്യൂസ് വരും. അതേപോലെ തന്നെ കുറച്ച് ലെങ്ത് കൂടിയ സൈഡ് എന്തായിരിക്കും? ഹൈപ്പോട്ന്യൂസ് ആയിരിക്കും. അപ്പോൾ ഈ ഹൈപ്പോട്ന്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണെന്ന് അറിയോ? h² = b² + a². ഇത് വേറൊരു രീതി കൊണ്ട് എഴുതാം. എങ്ങനെയാണെന്ന് അറിയോ? ദേ h = √b + a. ഓക്കെ. ഇപ്പോൾ പഠിപ്പിച്ചേക്കണ നിലവിൽ ഇതാണ് നിങ്ങളാ അല്ലെ? h² = b² + a². അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എന്താണ് ബേസ് കാണാനുള്ള ഇക്വേഷൻ? b² ബേസ് പോയി, ബാക്കി 2 സാധനങ്ങളല്ല, h² a². ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ പ്ലസ് ആണോ? അല്ല, മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ = h² - ബേസ്². ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയ 3 ഇക്വേഷൻ ആണ്. ഈ ഇക്വേഷൻ എന്തായാലും പഠിച്ചിരിക്കണം. എന്താണ്? ഹൈപ്പോട്ന്യൂസ് കാണാൻ വേണ്ടി ബേസിനെയും അതേപോലെ തന്നെ ആരെയാണ്? ഓൾട്ടിറ്റ്യൂഡിനെയും കൂട്ടും. ബാക്കി ബേസും ഓൾട്ടിറ്റ്യൂഡും കണ്ടുപിടിക്കാനാണെങ്കിൽ ആ ഹൈപ്പോട്ന്യൂസിനെയും ഓൾട്ടിറ്റ്യൂഡിനെയും എന്ത് ചെയ്യും? മൈനസ് ചെയ്യും. ഇവിടെ രണ്ടിടത്ത് എന്താ? മൈനസ് ആണ്. ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കണം. എന്നാൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആൻസർ അങ്ങോട്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. നമുക്കൊന്ന് നോക്കാം. ഇവിടെ 90 ഡിഗ്രി നമുക്കറിയാം. ഈ 1 എന്നുള്ളത് എന്താ? ബേസ് ആണ് അല്ലേ? ബേസ് 1 ഓൾട്ടിറ്റ്യൂഡ് 1. അങ്ങനെയാണെങ്കിൽ 1 വന്നു കഴിഞ്ഞാൽ അടുത്ത എന്തായിരിക്കും? ഹൈപ്പോട്ന്യൂസ് എന്തായിരിക്കും? √2 ആയിരിക്കും. എന്തായിരിക്കും? √2. വേണമെങ്കിൽ ചെയ്ത് നോക്കാട്ടാ. ഹൈപ്പോട്ന്യൂസ് കണ്ടുപിടിക്കണം. ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ = ബേസ്² + ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ബേസ്² + ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ = h² ബേസ് എന്ന് പറഞ്ഞാൽ 1ൻ്റെ സ്ക്വയർ + 1ൻ്റെ സ്ക്വയർ. അപ്പോൾ h² = 1ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 + 1ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ h² = 2. എന്ന് കിട്ടി. h² = 2. ഇനി നമുക്ക് h² അല്ല വേണ്ടത്, h ആണ്. നമുക്കറിയാം പോസിറ്റീവ് അങ്ങോട്ട് പോകുമ്പോൾ നെഗറ്റീവ് ആവും, മൾട്ടിപ്ലിക്കേഷൻ അങ്ങോട്ട് പോകുമ്പോൾ ഡിവിഷൻ ആവും. അതേപോലെ തന്നെയാണ് സ്ക്വയർ അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? റൂട്ട് ആവും. അപ്പോൾ നോക്കിയേ, h = √2. ഇവിടെ എന്ത് കിട്ടി മക്കളെ? √2 എന്ന് കിട്ടി. എത്ര കിട്ടിയടാ? √2. എത്ര കിട്ടി? √2. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ.
ഒരു കാര്യം ചോദിക്കട്ടെ, ഒന്ന് നോക്കിയേ, ഇവിടെ ഒന്ന് കൊടുത്ത് അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് എത്രയായിരിക്കും? ഇതിൻ്റെ ഓപ്പോസിറ്റ് എത്രയായിരിക്കും? √3 അല്ലേ? √3 ഇതെന്താ? ഒരു സ്ക്വയർ ആണ് അല്ലേ? ഇതെന്താ? ഒരു സ്ക്വയർ ആണ്. സ്ക്വയറിൻ്റെ ഒരു സൈഡ് എത്രയാണ്? √3. ബാക്കി സൈഡിൽ എന്തായിരിക്കും? √3 തന്നെ ആയിരിക്കും. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്, ആരും പഠിക്കാണ്ട് പോകരുത് കേട്ടോ. നമുക്കൊരു ചോദ്യം ചെയ്ത് നോക്കാം, ഒന്ന് ശ്രദ്ധിച്ചോളാം മക്കളെ. The hypotenuse of a right triangle 1/2 meter and if the other side is 1/2 meter, calculate its perimeter. Perimeter കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണം. എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണം? പെരിമീറ്റർ. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഹൈപ്പോന്യൂസ് നമുക്ക് നോക്കാം. ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോന്യൂസ് ഇത് കൊടുത്തിട്ടുണ്ട് 1/2. അതർ സൈഡ് കൊടുത്തിട്ടുണ്ട്. അതർ സൈഡ് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? ഞാൻ ബേസ് ആയിട്ട് എടുക്കും 1/2. ബേസ് എന്താ? 1/2. ഇനി എന്താണാവോ കണ്ടുപിടിക്കേണ്ടത്? ഹൈപ്പോന്യൂസ് ഉണ്ട്, ബേസ് ഉണ്ട്, എന്തോ കണ്ടുപിടിക്കണം? ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. എന്ത് കണ്ടുപിടിക്കണം? അവിടെ ഓൾട്ടിറ്റ്യൂഡ് കാണിക്കാം. അപ്പോൾ ഞാൻ എഴുതണേ, ഒന്ന് നോക്കിയേ, ഈ 1/2നെ ഞാനൊന്ന് മാറ്റിയാണ്. ഇപ്പോൾ നമ്മൾ ഈ സ്കെയിലിൽ 1/2 എങ്ങനെ? 1/2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1.5 അല്ലേ? 1.5. അപ്പോൾ 1.5 1.5. അപ്പോൾ 1/2 എങ്ങനെ എഴുതും? 0.5. 1/2 എങ്ങനെ എഴുതാം? 0.5. അപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ പോവാണ്. a² = h² മൈനസ് b² കേട്ടോ. h² മൈനസ് b². a² = hൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1.5ൻ്റെ സ്ക്വയർ മൈനസ് 0.5ൻ്റെ സ്ക്വയർ. 0.5ൻ്റെ സ്ക്വയർ. 1.5ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 1.5 × 1.5 എന്ന് പറഞ്ഞാൽ 2.25. 2.25 മൈനസ് 2 അല്ലേ? 0.25 എങ്ങനെയാണ്? 0.5 × 0.5. 5 × 5 25. എത്ര സ്ഥാനം നീക്കി പോയിന്റ് ഇടണം? 2 സ്ഥാനം നീക്കിയ പോയിന്റ് എടുക്കാം. ഒരു സ്ഥാനം അടുത്ത സ്ഥാനം അല്ലേ? 2 ഇൻറ്റു ചെയ്ത് അല്ലേ? സ്ക്വയർ ആക്കി. അപ്പോൾ 0.5 × 0.5 എന്ന് പറയും 0.25 ആയി അല്ലേ? എന്താണ് പോയിന്റ് ഇട്ട്? അങ്ങനെയാണ് 2 സ്ഥാനം നീക്കിയാണ് പോയിന്റ് ഇട്ടത്. അപ്പോൾ a² = 2.25 മൈനസ് 2.25 മൈനസ് 25.25 0 അല്ലേ? 0 2. ആൻസർ എന്ത് കിട്ടി? 2 എന്ന് കിട്ടി. അപ്പോൾ a = എന്താണ്? √2. a = √2. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു ചോദ്യമാണ്, നന്നായിട്ട് പഠിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഒറ്റ കാര്യം അറിഞ്ഞാൽ മതി. ഹൈപ്പോട്ടന്യൂസ് അറിയണം, ബേസ് അറിയണം, ഓൾട്ടിറ്റ്യൂഡ് അറിയണം. അതേപോലെ തന്നെ അതിനൊരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്? ഹൈപ്പോട്ടന്യൂസ് ആണ് ഇക്വേഷൻ ആണ് h² പ്ലസ് എന്താണ്? ഹൈപ്പോട്ടന്യൂസ് h² = base² പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അതുപോലെ തന്നെ ബേസ് ആണ് ഇക്വേഷൻ എന്താണ്? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അപ്പം 3 ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആയ ഇക്വേഷൻ. അതേപോലെ തന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ മക്കളെ, ഒന്ന് ശ്രദ്ധിച്ചേടാ, ഒന്ന് ശ്രദ്ധിച്ചിരുന്നോളേ. ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ റെക്റ്റാങ്കിളിലെ ഈ ഡയഗണലിൽ AB എന്ന് പറയുന്ന ഡയഗണലിൽ ഒന്നും നമുക്കറിയാം, ഒന്നും വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും? √2 വരും. √2 വരും. അല്ലെങ്കിൽ ഞാൻ എക്സാമ്പിൾ പറയാം, വേറൊരു കാര്യം കൂടി പറയാം, ശ്രദ്ധിച്ചിരുന്നോളേ. ഇവിടെ 3 വരാം. അങ്ങനെയാണെങ്കിൽ ഡയഗണൽ എന്ത് വരും നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് എന്ത് തന്നെ കണ്ടുപിടിക്കണം? ഹൈപ്പോട്ടന്യൂസ് തന്നെ കണ്ടുപിടിക്കണം. h² = base² പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ = 3ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 + 9. h² = 9 + 9. h² = 18. അപ്പോൾ h = എന്താ? √18 ആണ് എന്ന് പറയണത്. AB എന്ന് പറയുന്ന ഡയഗണലില ലെങ്ത് എന്ന് പറയണത്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, എങ്ങനെ പെരിമീറ്റർ ആണോ? ഒന്ന് ആലോചിച്ച് നോക്കി. എങ്ങനെ പെരിമീറ്റർ ആണോ? ഈ 3 സൈഡും കൂട്ടുന്നല്ലേ പെരിമീറ്റർ എന്ന് പറയാ അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുക? ഈ 3 സൈഡും തമ്മിൽ എന്ത് ചെയ്യണം? കൂട്ടണം. 3 + 3 + √18. ഇത്രയും ചെയ്താൽ മതി. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ചാപ്റ്ററിൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ് ഇതെന്ന് പറയണത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് പഠിച്ചിരിക്കുക. താങ്ക് യു.